പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശമായ ഗവിയെ നടുക്കിയ കൊലക്കേസ് പ്രതിയുമായി ഗവി, മീനാർ, വണ്ടിപ്പെരിയാറ് സ്ഥലങ്ങളിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. ജൂൺ 18 വ്യാഴാഴ്ചയാണ് ഗവി മീനാർ ഭാഗത്തെ അങ്കണവാടിയിൽ ജീവനക്കാരിയായിരുന്ന മേനകയെ കാട്ടിനുള്ളിൽ നീർച്ചാലിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മൂഴിയാർ 40 ഏക്കർ എന്ന സ്ഥലത്ത് കൊച്ചുരാമൻ മകൻ വിനോദ് കുമാർ എന്നയാളിലേക്ക് അന്വേഷണം ചെന്നെത്തുകയും ഇയാളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും വണ്ടിപ്പെരിയാർ പോലീസിന്റെയും സഹായത്തോടെ വണ്ടിപ്പെരിയാറിൽ നിന്ന് പിടികൂടുകയും ചെയ്തു. പ്രതി കുറ്റം സമ്മതിച്ചതോടെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. തുടരന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിയെ മൂഴിയാർ പോലീസ് 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. മരണപ്പെട്ട സ്ത്രീയുടെ ശരീരത്തിലെ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും, ബാഗ്, കുട എന്നിവയും നഷ്ടപ്പെട്ടിട്ടുള്ളതായി ബന്ധുക്കൾ പറഞ്ഞിരുന്നു. ഇവ കണ്ടെത്തുന്നതിനും കൊലപാതകം നടത്തിയ രീതിയെക്കുറിച്ച് പ്രതിയിൽ നിന്ന് തന്നെ തെളിവുകൾ ശേഖരിക്കുന്നതിനുമായി കൃത്യം നടന്ന സ്ഥലത്തേക്ക് പ്രതിയെ മൂഴിയാർ പോലീസ് തിങ്കളാഴ്ച കൊണ്ടുപോയിരുന്നു. മൂഴിയാർ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ആങ്ങമൂഴിയിൽ നിന്ന് ഗവി മീനാർ വഴി കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുക അത്യന്തം ദുഷ്കരമായതിനാൽ പ്രതിയുമായി പോലീസ് സംഘം മുണ്ടക്കയം, കുട്ടിക്കാനം, വണ്ടിപ്പെരിയാർ വഴിയാണ് സഞ്ചരിച്ചത്. തിങ്കളാഴ്ച വെളുപ്പിന് 2:30ഓടെ പോലീസ് സംഘം പ്രതിയുമായി കൃത്യസ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. പ്രതിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാൻ സാധ്യതയുള്ളതിനാൽ കോന്നി ഡിവൈഎസ്പി MM ജോസിന്റെ നേതൃത്വത്തിൽ 3 ഡിവൈഎസ്പിമാർ 3 സംഘങ്ങളായി തിരിഞ്ഞ് വനമേഖലയിലേക്ക് പ്രവേശിക്കുന്ന 3 കർശനമായ സുരക്ഷയൊരുക്കി. നാട്ടുകാരിൽ നിന്ന് പ്രകോപനമോ വന്യമൃഗങ്ങളിൽ നിന്ന് പ്രതിക്ക് ആക്രമണമോ ഉണ്ടായാൽ തടയുന്നതിനായി തണ്ണിത്തോട്, ചിറ്റാർ, മൂഴിയാർ പോലീസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ 20 അംഗ പോലീസ് സംഘമാണ് തെളിവെടുപ്പിനായി പ്രതിയുമൊത്ത് വനത്തിലേക്ക് പോയത്. മഴയത്ത് 7 കിലോമീറ്ററോളം വനത്തിലൂടെയും നീർച്ചാലുകളിലൂടെയും കാൽനടയായി സഞ്ചരിച്ച് പ്രതിയുമായി അന്വേഷണ സംഘം കൃത്യം നടന്ന സ്ഥലത്തെത്തി. തുടർന്ന് കൊലപാതകം നടത്തിയ ശേഷം ഇരയുടെ ശരീരത്തിൽ നിന്ന് കവർന്ന സ്വർണ്ണവള, സ്വർണ്ണക്കമ്മൽ, മൊബൈൽ ഫോൺ, കുട എന്നിവ പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തു. കൊലപാതകം നടന്ന സ്ഥലത്തിന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെ ഒരു മരപ്പൊത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇവ. ഇരയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിലായിരുന്നു ഇവ ഒളിപ്പിച്ചിരുന്നത്. യാതൊരു ഭാവഭേദവും മടിയും കൂടാതെ കൊലപാതകം നടത്തിയ രീതിയും കവർന്ന മുതലുകൾ ഒളിപ്പിച്ച സ്ഥലവും പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തു. പ്രതിയെ തെളിവെടുപ്പിനായി എത്തിക്കുന്നതറിഞ്ഞ് 1000ഓളം പ്രദേശവാസികൾ പല സ്ഥലങ്ങളിലായി തടിച്ചുകൂടിയിരുന്നു. പല സമയത്തും ജനങ്ങൾ രോഷാകുലരായി പ്രതിയെ ആക്രമിക്കാൻ തുനിഞ്ഞു. സ്ഥലത്തുണ്ടായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സുരക്ഷ ഒരുക്കി. തിങ്കളാഴ്ച വൈകിട്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം കോന്നി ഡിവൈഎസ്പി MM ജോസ്, മൂഴിയാർ ഇൻസ്പെക്ടർ SHO പ്രകാശ്, SI സന്തോഷ്, ASI അനൂപ്, മൂഴിയാർ സ്റ്റേഷനിലെ CPOമാരായ അനീഷ്, ശ്രീകുമാർ, കിരൺ, ശ്രീമോൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. വരും ദിവസങ്ങളിലും കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തുമെന്നും ജൂൺ 24-ന് പ്രതിയെ തിരികെ കോടതിയിൽ ഹാജരാക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് IPS അറിയിച്ചു.